നമ്മുടെ കർത്താവ് രക്ഷിതാവാകുന്ന യേശു മിശിഹായുടെ രക്ഷാകരമായ ജനന പെരുന്നാളിന് തൊട്ട് മുമ്പ് വരുന്ന ഞായറാഴ്ചയിലേക്ക് പരിശുദ്ധ സഭ പ്രവേശിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ രക്ഷാകരമായ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ 17 തിരുവചന ഭാഗങ്ങളാണ് ഇന്നത്തെ ചിന്തയ്ക്കും പഠനത്തിനും ധ്യാനത്തിനുമായി പരിശുദ്ധ സഭയുടെ പിതാക്കന്മാർ നമുക്ക് വേർതിരിച്ച് ചിട്ടപ്പെടുത്തി തന്നിരിക്കുന്നത്. പ്രധാന പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് കർത്താവിന്റെ വംശാവലിയാണ്. അബ്രാഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി പുസ്തകം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വേദഭാഗം ആരംഭിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ രക്ഷാകരമായ സുവിശേഷത്തിന്റെ പ്രാരംഭവും കർത്താവിന്റെ വംശാവലി കൃത്യമായി പ്രതിപാദ്യ വിഷയമായി സ്വീകരിച്ചുകൊണ്ടാണ്. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു, ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് യഹൂദയെയും അവന്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു, യഹൂദ താമാറിൽ നിന്ന് പാറേസ്, സാരഹ് എന്നിവരെ ജനിപ്പിച്ചു. അങ്ങനെ വംശാവലി കൃത്യമായി എടുത്ത് പറഞ്ഞിട്ട് തുടർന്ന് പറയുകയാണ്, യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസേഫിനെ ജനിപ്പിച്ചു, അവളിൽ നിന്ന് ക്രിസ്തു എന്നു പേരുള്ള യേശു ജനിച്ചു എന്നാണ് വംശാവലി പുസ്തകം പറഞ്ഞു വയ്ക്കുന്നത്. അങ്ങനെ അബ്രാഹാം മുതൽ ദാവീദ് വരെ തലമുറകൾ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ തലമുറകൾ 14, ബാബേൽ പ്രവാസം മുതൽ നമ്മുടെ കർത്താവും രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തു വരെ തലമുറകൾ 14 എന്ന് കൃത്യമായി സുവിശേഷകാരനായിരിക്കുന്ന വിശുദ്ധ മത്തായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എബ്രായ പേരായ യോശുവയ്ക്ക് സമാനമായ ഗ്രീക്ക് ഭാഷയിൽ യേശു എന്ന പദത്തിന് യഹോവ രക്ഷിക്കുന്നു എന്നാണ് പൊതുവെ അർത്ഥം പറഞ്ഞിരുന്നത്. ക്രിസ്തു എന്നുള്ളത് ഗ്രീക്ക് നാമമാണ്. ആ വാക്കിന്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണ്. മശീഹ എന്നുള്ളത് എബ്രായ പദമാണ്. അതിന് അഭിഷിക്തൻ എന്ന് തന്നെയാണ് അർത്ഥം കൽപ്പിച്ചിരുന്നത്. പഴയ നിയമ വാഗ്ദത്ത മശീഹ യേശുവാണെന്ന് സ്ഥിരീകരിക്കുകയാണ് സുവിശേഷകാരനായിരിക്കുന്ന വിശുദ്ധ മത്തായിയുടെ പരമപ്രധാനമായിരിക്കുന്ന ലക്ഷ്യം. മറ്റൊരർത്ഥത്തിൽ പഴയ നിയമ വാഗ്ദത്തങ്ങൾ നിറവേറ്റപ്പെടുവാൻ മശീഹ ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെടേണ്ടതുണ്ടായിരുന്നു. ദൈവത്താൽ വേർതിരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യണമെന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പഴയ നിയമ വാഗ്ദത്തമായ മശീഹ ഒരേ സമയം പ്രവാചകനും പുരോഹിതനും രാജാവുമായിരിക്കണമെന്ന് നിഷ്കർഷിക്കുന്ന വിധത്തിലാണ് ഈ വെളിപ്പെടുത്തലുകളെല്ലാം സംഭവിക്കുന്നത്. പഴയ നിയമപ്രകാരം മശീഹ യഹൂദ ജനത്തിന്റെ പിതാവായ അബ്രാഹാമിന്റെയും ശ്രേഷ്ഠ രാജാവായ ദാവീദിന്റെയും അരുമ സന്തതി ആയിരിക്കണം എന്നുള്ളത് നിഷ്കർഷയാണ്. എന്നാൽ സുവിശേഷകാരനായിരിക്കുന്ന വിശുദ്ധ മത്തായി ഈ വംശാവലി പുസ്തകം കൊണ്ട് അക്കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി സ്ഥിരീകരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ വംശാവലി പുസ്തകത്തിന്റെ പ്രസക്തിയും പ്രാധാന്യവും എന്ന് പറയുന്നത്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം വംശാവലികൾ ഒരു പൊതുരേഖയായിരുന്നു. അതുകൊണ്ട് തന്നെ ആർക്കും അത് എപ്പോഴും പരിശോധിക്കുവാനുള്ള സ്വാതന്ത്ര്യവും അന്ന് ഉണ്ടായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന് ഉദ്ദേശം 1000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ദാവീദിന്റെയും ഏതാണ്ട് 2000 വർഷം മുമ്പ് ജീവിച്ചിരുന്ന അബ്രാഹാമിന്റെയും പിൻതലമുറക്കാരൻ എന്ന നിലയിൽ യേശു മനുഷ്യപുത്രനായി അവതരിച്ചതിനെ കുറിച്ച് പറയുന്നതിനു വേണ്ടി പുത്രൻ എന്ന പദം വളരെ വിദഗ്ധമായി സുവിശേഷകനായിരിക്കുന്ന വിശുദ്ധ മത്തായി ഈ സുവിശേഷത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. മറ്റു വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് 3 സ്ത്രീരത്നങ്ങളെ കുറിച്ച് ഈ വംശാവലിയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. സാധാരണ യഹൂദന്മാരുടെ വംശാവലിയിൽ സ്ത്രീകൾക്ക് സ്ഥാനമില്ലായിരുന്നു. പുരുഷന്മാരുടെ പേരുകൾ മാത്രമേ വംശാവലി പുസ്തകത്തിൽ ചേർക്കുമായിരുന്നുള്ളൂ. എന്നാൽ ഈ 3 വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിലുള്ള 3 സ്ത്രീരത്നങ്ങളെ
കർത്താവിന്റെ വംശാവലി പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. യോശുവയുടെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ 21 വാക്യങ്ങൾ പരിശോധിക്കുമ്പോഴും 6-ാമത്തെ അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോഴും വേശ്യയായിരുന്ന രാഹാബിനെ കുറിച്ച് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവളുടെ ജീവിത പശ്ചാത്തലം എന്തായിരുന്നു എന്നും നമുക്കവിടെ വായിച്ചറിയാൻ കഴിയും. രൂത്തിന്റെ പുസ്തകം 4-ാമത്തെ അധ്യായത്തിന്റെ 3 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ രൂത്തിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് നാം നന്നായി ഗ്രഹിക്കുന്നുണ്ട്. രൂത്തിന്റെ പുസ്തകം 4-ാമത്തെ അധ്യായത്തിന്റെ 13 മുതൽ 22 വരെയുള്ള ഭാഗത്ത് രൂത്തിന്റെ ജീവിത പശ്ചാത്തലങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായി പരാമർശിക്കുന്നുണ്ട്. പിന്നീട് വരുന്നത് കന്യകയായ മറിയാമിനെ കുറിച്ചാണ്. ജീവിതത്തിന്റെ വ്യത്യസ്ത തലങ്ങളിൽ നിന്ന് സ്വർഗം വേർതിരിച്ച് ശുദ്ധീകരിച്ചെടുത്ത 3 മാതൃകകളായിട്ടാണ് ഇവരെ നാം കാണുന്നത്. കനാന്യ സ്ത്രീയായ രാഹാബിന്റെയും മോവാബ്യ സ്ത്രീയായ രൂത്തിന്റെയും കന്യക മറിയാമിന്റെയും ഒക്കെ ഈ വംശാവലി പുസ്തകത്തിലുള്ള സ്ഥാനം അവരുടെ ജീവിതത്തിന്റെ ശ്രേഷ്ഠതയെ വെളിപ്പെടുത്തുകയാണ്. ഈ ചരിത്രം എന്തുകൊണ്ട് ഇതിൽ ഉൾപ്പെടുത്തി എന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം നമുക്ക് തരുന്ന ഏക ഉത്തരം പാപികളോടുള്ള ദൈവത്തിന്റെ അളവറ്റ കരുണയെയും സ്നേഹത്തെയും വളരെ വ്യക്തമായി ചിത്രീകരിക്കുന്നു എന്നുള്ളതാണ്. ഇസ്രായേലിലല്ലാത്ത ഇതര ജാതിക്കാരായിരുന്നു രാഹാബും രൂത്തും. എന്നാൽ ദൈവത്തിന്റെ അളവറ്റ കരുണയാൽ അവർ രൂപാന്തരപ്പെടുകയും ദൈവത്തിന് തങ്ങളെ തന്നെ സമർപ്പിക്കുകയും അവരുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുകയും ചെയ്തു എന്നുള്ളതിനാൽ അവർ വംശാവലി പുസ്തകത്തിന്റെ ഭാഗമായി തീരുകയാണ്. കർത്താവ് സ്നേഹിക്കപ്പെട്ടവരെ, ജീവിതത്തിൽ നാം ആരാണെന്നോ നമ്മുടെ മഹിമ എന്താണെന്നോ നമ്മുടെ വംശപാരമ്പര്യം എന്താണെന്നോ ഉള്ളതിനേക്കാൾ നമ്മുടെ വംശപാരമ്പര്യം എന്താണെന്നോ ഉള്ളതിനേക്കാൾ കൂടുതലായി ഹൃദയത്തിന്റെ വിശുദ്ധിയും അനുതാപമുള്ളൊരു ഹൃദയവും ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള സന്നദ്ധതയും നമ്മെ ദൈവികരായി സമ്പുഷ്ടരാക്കി തീർക്കുന്നു എന്നുള്ള ഒരു നല്ല സന്ദേശം ഈ വേദഭാഗം നമുക്ക് തരുന്നുണ്ട്. നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിന് അനുകൂലപ്പെടുത്താം. കർത്താവിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കപ്പെട്ട സഭ എന്ന നിലയിൽ ദൈവത്തോട് ചേർന്ന് വിശുദ്ധിയിൽ വസിക്കാനും ദൈവത്തിന്റെ കരുണയ്ക്കും സ്നേഹത്തിനും പാത്രമായി തീരുവാനും സർവശക്തനായ ദൈവം ഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും ദൈവകരുണയും നിറഞ്ഞു നിൽക്കുന്ന ഒരു കർത്തൃദിനവും നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.